നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നാളെ വേൾഡ് വൈഡ് റിലീസായിട്ട് മമ്മൂക്ക ലാലേട്ടൻ കോംബോയിലെത്തുന്ന പാട്രിയോട്ട് രാജ്യസ്നേഹം. 18 വർഷമായി നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ട് 2020 എന്ന സിനിമയ്ക്ക് ശേഷം വലിയ താരങ്ങൾ ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. കുഞ്ചാക്കോ ബോബൻ, നയൻതാര, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, ഇന്ദ്രൻസ്, അങ്ങനെ ഒരു വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമ. മലയാളത്തിൻ്റെ തന്നെ ബ്രഹ്മാണ്ഡ ചിത്രം. ആൻമെഗ മീഡിയാസിൻ്റെ ബാനറിൽ ആൻഡോ ജോസഫാണ് സിനിമ നമുക്ക് മുന്നിലെത്തിയത്. പാൻ ഇന്ത്യൻ ലെവലിലാണ് സിനിമ വരുന്നത്. 5 ഭാഷയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിട്ടാണ് സിനിമ എത്തുന്നത്. സിനിമയ്ക്ക് വലിയൊരു വരവേൽപ്പ് തന്നെയാണ്. ആദ്യത്തെ ബുക്കിങ്ങിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മണിക്കൂറുകൾ കൊണ്ട് തന്നെ 1,25,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. എന്തായാലും നാളെ സിനിമ എന്തായിരിക്കും, നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ എന്തായിരിക്കും, തിയേറ്ററിൽ പൊളിക്കുമോ, ആവേശം കൊള്ളിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും. ഇത്രയും താരങ്ങളൊന്നും നിൽക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ രീതിയിലുള്ള പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഈ പറയുന്ന കമ്പനിയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ റിലീസ് ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ചാറ്റ് ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക പ്രോഗ്രാം തന്നെ ഈ സിനിമയ്ക്ക് നമ്മൾ കണ്ടല്ലേ. ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെയാണ് ഇത് ആ പ്രോഗ്രാം വന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ പ്രൊമോഷൻ ആയിരുന്നത്. അതിലുപരി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ട് സത്യത്തിൽ എൻ്റെ മനസ്സ് നിറഞ്ഞു, അല്ലെ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് പറയാൻ. നമ്മൾ ഈ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കായെ കൂടുതൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് ഈ പ്രവൃത്തികൾ കൊണ്ട് മാത്രമാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് മാത്രമല്ല നമുക്ക് മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കായെ നമുക്ക് കൂടുതൽ ഇഷ്ടമാകുന്നത്. അത്തരത്തിലൊരു വീഡിയോ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഒരു പൊന്നുമോൻ്റെ ചെവി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ആ കുഞ്ഞ് കേൾക്കുന്ന സൗണ്ട് മമ്മൂക്കാടേതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനുശേഷം ഈ ചാറ്റ് ഷോയുടെ ഒരു വീഡിയോയും കൂടെ ഉണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്, കാണാം. മോനെ ആഞ്ചലോ, നിന്റെ പേര് ഇതുവരെ ആരും വിളിച്ച് നീ കേട്ടിട്ടില്ലല്ലോ. ഞാൻ മമ്മൂട്ടിയാണ്. ഞാനാണ് വിളിക്കുന്നത്. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മമ്മൂട്ടി. നീ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ മമ്മൂട്ടി? ആ മമ്മൂക്കയാണ് ഞാൻ. ഇപ്പം നിനക്ക് നല്ലോണം കേൾക്കാമല്ലോ. നല്ലോണം പഠിച്ച് അച്ഛനും അമ്മയും ഒക്കെ സ്നേഹിച്ച് എല്ലാവർക്കും വേണ്ടി ഒരു നല്ല കുട്ടിയായി വളരുക കേട്ടോ. സന്തോഷം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കെയറാൻഷർ എന്ന് പറയുന്ന ഒരു സംഘടനയിലൂടെയാണ് മമ്മൂക്ക ഇത്തരത്തിലുള്ള കുട്ടികളുടെയൊക്കെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ശരിക്കും മമ്മൂക്കാട് ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാതെ ഫീൽ ആകുന്നുണ്ടല്ലേ. എന്തായാലും നാളെ നമ്മുടെ മമ്മൂക്കായി ലാലേട്ടനും ഒന്നിക്കുന്ന പാട്രിയോട്ട് തിയേറ്ററിലേക്ക് എത്തും. അതിന്റെ ഒരു ചാറ്റ് ഷോ വീഡിയോ വന്നിട്ടുണ്ട്, അത് കണ്ടോ. എന്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ നമുക്കിന്റെ അടുത്ത് ചോദിക്കാൻ പോവാണ്. അവരോട് എന്ത് ചോദിക്കാനാ, അവർക്ക് എല്ലാം അറിയുന്ന ഒരു ജനറേഷൻ അല്ലേ നമുക്ക്. ഐ മീൻ ആസ് എൻ ആക്ടർ, ബിക്കോസ് നമ്മളെല്ലാവരും എക്സ്പെരിമെന്റ് ചെയ്ത് കുറേ വർഷങ്ങളുണ്ട്. ബട്ട് ഇപ്പോൾ മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഫിലിംസ് ഉണ്ടല്ലോ, ഐ ഫീൽ ദറ്റ് നിങ്ങൾ തന്നെ യു ആർ ഡിസ്കവറിങ് യുവർ സെൽഫ് ഇൻ ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് ഭയങ്കര കറേജിയസ് ആയിട്ട് ചില ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് മേക്കിംഗ് യു ഡു ദാറ്റ്? ഐ എം എൻജോയിങ് ദിസ് ഫേസ് ഓഫ് യുവേഴ്സ്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പണ്ട് മുതലുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അന്ന് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, അധികം ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. കാരണം എൻ്റെ ഒരു പടം കൂടെ വേണം. അപ്പോൾ പല പ്രൊഡ്യൂസർമാരും നിരുത്സാഹപ്പെടുത്തുന്ന, എന്നിട്ടും നമ്മൾ മൃഗയ പോലുള്ള സിനിമകളൊക്കെ ചെയ്ത് കുറേയേറെ അങ്ങനെ വന്നതൊക്കെ. പക്ഷെ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് കുറച്ചുകൂടെ ഓഡിയൻസ് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡോ അല്ലെങ്കിൽ ഡെവലപ്ഡോ ഇവോൾവ് ആയിട്ടുണ്ട് അവർ കുറച്ചുകൂടെ സിനിമയെ പറ്റി. അപ്പോൾ നമുക്ക് എന്ത് കൊടുത്താലും വേറെ ഓക്കെ, ഇഫ് ഇറ്റ്സ് ഗുഡ്. ആ ഒരു ധൈര്യമാണ്. പിന്നെ പ്രൊഡക്ഷൻ മിക്കവാറും ഞാൻ തന്നെയായി. ഈ അഭിനയത്തോട് അടങ്ങാത്ത ആർത്തി എന്ന് നമുക്ക് പല ഇന്റർവ്യൂവിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ സിനിമകൾ ഇപ്പോഴും വരുന്നത്, അല്ലെങ്കിൽ അത് കാണാനായിട്ട് ഓഡിയൻസ് തിയേറ്ററിലേക്ക് എത്തുന്നതും. അപ്പം ഈ സിനിമയും വലിയൊരു വിജയമായിരിക്കട്ടെ, വലിയൊരു വിജയമായി മാറട്ടെ. മലയാളത്തിൻ്റെ തന്നെ എക്കാലത്തെയും ഹിറ്റുകളിൽ ഒന്നായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബാക്കി നാളെ സിനിമ കണ്ടതിന് ശേഷം സിനിമയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളും നമ്മുടെ റിവ്യൂ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.